എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന വീഡിയോ ഞങ്ങളുടെ വീടിൽ നിന്ന് ഒരു 6 മൈല് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന റിവിങ്ടൺ പൈക്ക്, അതിനോട് ചേർന്ന് നിന്നുള്ള ഒരു പീജിയൻ ടവർ, ഈ 2 ലൊക്കേഷനിലേക്ക് ഒന്ന് പോകാമെന്ന് പറഞ്ഞിറങ്ങിയതാണ്. സോ പോയ വഴിയിലാണ് ഈ സംഭവങ്ങൾ നമ്മൾ കണ്ടത്. കുറേ കുതിരയെ പരിപാലിക്കുന്ന കേന്ദ്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവയ്ക്ക് മേയാനുള്ള സ്ഥലങ്ങളും ധാരാളം ഉണ്ടായിരുന്നു. കുതിര ഈ തണുപ്പ് സമയമായത് കാരണം അതിനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തേക്കുന്ന ഒരു ഹുഡ് വെച്ചാണ്. അവിടുന്ന് മുമ്പോട്ട് പോയപ്പോഴാണ് ഈ ഒരു സ്പോട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത്. എന്തായാലും വിൻ്റർ ആയത് കാരണം ചെടിയിലൊന്നും തന്നെ ഇലകളില്ല. സമ്മർ ടൈമിൽ ഇത് മൊത്തം ഇലകളായിട്ട് നിൽക്കുന്നതായിരിക്കും. ആ സമയത്ത് പിന്നീട് ഒരു വീഡിയോ ഇടാവുന്നതാണ്. എന്തായാലും ഈ ഏരിയ കൂടുതലായിട്ട് ഡോഗുമായിട്ട് വരുന്നവർക്ക് വാക്കിങ്ങിനും അവയെ കളിപ്പിക്കാനും എല്ലാം യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഏരിയ ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്തേക്കുന്നത്. എന്നിരുന്നാലും ഇതിനുള്ളിലൂടെ നടക്കാനായിട്ട് നല്ലൊരു ചന്തമായിരുന്നു. കുറച്ച് നടന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു സംഭവം എൻ്റെ കണ്ണിലേക്ക് ഉടക്കിയത്. ഒന്നുമില്ല, ഒരു കുരിശ്, 2 ചെടിച്ചട്ടിയിലുള്ള ചെടിയെല്ലാം ഉണങ്ങിപ്പോയി. അതുകൂടാതെ തന്നെ അതിലേക്കൊരു റിബണും കെട്ടിവെച്ചിട്ടുണ്ട്. സംഭവം എന്താണെന്ന് ഒരു പിടുത്തവുമില്ല. ചുറ്റും നല്ല നിശബ്ദത, പിന്നെ കുരിശ് പ്ലസ് എല്ലാം കൂടി കണ്ടപ്പോഴത്തേക്കും കൂടുതൽ ഇവിടെ നിൽക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഇതാക്കി. നമ്മളായിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അങ്ങനെ നേരെ അവിടുന്ന് വണ്ടിയും എടുത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഈ ഒരു ഏരിയ റൂറൽ കൗൺസിലിൻ്റെ അണ്ടറിലാണ്, ചോർലെ റൂറൽ കൗൺസിൽ. അപ്പോൾ റോഡ് കുറച്ച് മോശമായിരുന്നു. അതെല്ലാം ഇപ്പോൾ അവർ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ മൗണ്ടൻ ബൈക്കിങ്ങിനും ട്രക്കിങ്ങിനും വേണ്ടിയുള്ളതാണ്. സോ ഒരു പർട്ടിക്കുലർ ഏരിയ വരെ റോഡ് നമുക്ക് നല്ല രീതിയിൽ കിട്ടും. അതിനുശേഷമുള്ള റോഡെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മോശം തന്നെയാണ്. കാറിൽ പോവുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് ഉചിതമായ ഒരു തീരുമാനമല്ല. ഞാൻ മാക്സിമം പോകാവുന്ന ഒരു എൻഡ് പോയിന്റ് വരെ വണ്ടിയിൽ പോയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമുക്കത് സാധിച്ചിരുന്നില്ല. അങ്ങനെ മുമ്പോട്ട് പോയപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഈ കാണുന്നതാണ് ഹോർവിച്ച് പട്ടണം. സോ ഈ റിവിങ്ടൺ പൈക്കിൻ്റെ തൊട്ടടുത്തുള്ള 2 സിറ്റീസ് എന്ന് പറയുന്നത്, പട്ടണങ്ങളെന്ന് പറയുന്നത് അഡ്ലിങ്ടണും ഹോർവിച്ചുമാണ്. ഇത് ചോർലി കൗൺസിലിൻ്റെ അണ്ടറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1191 അടി ഉയരമുള്ളതാണ് ഈ റിവിങ്ടൺ സ്പൈക്ക്. ഈ പോകുന്നതിനോട് അടുത്ത് ചേർന്ന് തന്നെ ആണ് പീജിയൻ ടവർ സ്ഥിതി ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ റോഡിൻ്റെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയാണ് മുമ്പോട്ട് പോകുന്തോറും. എന്തായാലും ആ ഒരു എൻഡ് പോയിന്റിൽ നമുക്കൊരു ഷോപ്പ് കാണാൻ പറ്റിയായിരുന്നു, ടീ കോഫി. അതിന് മുമ്പായിട്ട് കുറച്ച് ബെഞ്ചൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് വിശ്രമിക്കാനായിട്ട്. സോ ഇതിന് ശേഷം മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് റോഡ് വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ട്രക്കിങ്ങിന് ഒരു പുള്ളി ഒരു പട്ടിയുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ കൂടുതലായിട്ട് വണ്ടിയിൽ ആരും വരുന്നത് അങ്ങനെ ശ്രദ്ധിച്ചില്ല. എല്ലാവരും ട്രക്കിംഗ് യൂണിഫോമും കാര്യങ്ങളും ഒക്കെ ഇട്ട് ഒരു വാക്കിംഗ് ഇതുപോലെയാണ് മുമ്പോട്ട് പോകുന്നത്. ആ മുകളിൽ കാണുന്ന ഒരു ചെറിയ ഡോട്ട് പോലത്തെ സംഭവമാണ് റിവിങ്ടൺ പൈക്ക്. സോ എന്തായാലും നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത കാരണം വണ്ടി ഒരു സൈഡിലോട്ട് ഒതുക്കി. അടുത്ത് നോക്കിയപ്പോൾ ഒരു ചെറിയ അരുവി പോലത്തെ സംഭവം, മുകുന്നിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ഒഴുകി താഴത്തോട്ട് വരുന്നതാണ്. ഈ വെള്ളം താഴത്ത് തന്നെ ഉള്ള റിവിങ്ടൺ റിസർവോയറിലാണ് ചെന്ന് ചേരുന്നത്. സോ ചുറ്റും വേറെ ഇതൊന്നുമില്ല. മൊത്തത്തിൽ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള തരിശു ഭൂമി പോലെ കിടക്കുകയാണ്. ഒരു സൈഡിൽ മൊത്തം ചെടികളായിട്ട് സമ്പന്നമായിട്ട് നിൽക്കുകയാണ്. സോ ഇവിടുന്ന് മിനിമം ഒരു 2 മൈൽ ഡിസ്റ്റൻസും കൂടിയുണ്ട് റിവിങ്ടൺ പൈക്കിലേക്ക് എത്താനായിട്ട്. 2 മൈൽ എന്ന് പറയുമ്പോൾ ഏകദേശം 3.2 കിലോമീറ്റർ. സോ കൊച്ചുങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ എല്ലാവരും പട്ടികളും ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. സോ നമുക്കത് പറ്റുന്നില്ല ഈ സിറ്റുവേഷനിൽ. അത് കാരണം നമ്മളത് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. സോ മാക്സിമം കിട്ടിയ വീഡിയോസും പറ്റുന്ന അത്രയും ഷൂട്ട് ചെയ്തിട്ട് അവിടുന്ന് നമുക്ക് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചില്ല. തിരിച്ച് തന്നെ പോകാമെന്ന് വിചാരിച്ചു. തിരിച്ചു പോകുന്ന വഴിക്ക് വേറെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതിനെപ്പറ്റി കുറച്ചും കൂടി വർണ്ണിക്കാമെന്ന്. ഞാൻ നേരത്തെ കാണിച്ച ഷോപ്പിലേക്ക് തിരിച്ച് ഞങ്ങൾ എത്തിയായിരുന്നു. അവിടെ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് നല്ല വ്യൂ ആയിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, ഞാൻ കൈ ചൂണ്ടി കാണിച്ചതാണ് റിവിങ്ടൺ പൈക്ക് എന്ന് പറയുന്ന ആ പൊട്ടുപോലെ ഇരിക്കുന്ന കുന്നിൻ്റെ മേളിൽ. നമുക്ക് ഇവിടുന്ന് സ്റ്റെയർ ഉണ്ട്. ഈ കുന്നിൻ്റെ മേളിലോട്ട് കയറാം. അവിടുന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് പലവിധമായിട്ടുള്ള സംഭവങ്ങൾ കാണാൻ സാധിക്കും. ആ താഴത്ത് കാണുന്ന തടാകമാണ് ലോവർ റിവിങ്ടണിൻ്റെ റിസർവോയർ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും മേളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന 5-6 സ്ഥലങ്ങളുണ്ടായിരുന്നു. എസ്പെഷ്യലി ബ്ലാക്ക് പൂൾ ടവർ, ലേക്ക് ഡിസ്ട്രിക്റ്റിലെ മൗണ്ടൻസ്, വെല്ലിഷ് ആൻഡ് ഐൽസ് ഓഫ് മാൻ എന്നിവ ഇതിൻ്റെ മേളിൽ കയറിയാൽ കാണാൻ സാധിക്കും. ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു സംഭവമാണ്. ഇത് നോർമലായിട്ട് ഒരു വേട്ടയാടുന്ന ലോഡ്ജായിട്ടാണ് നിർമ്മിച്ചത്. കാര്യം ഈ ഒരു ഫോറസ്റ്റ് റീജിയൻ ആയത് കാരണം. അതിന് 16 അടി നീളവും 20 അടി ഉയരവും ചതുരാകൃതിയിലുള്ള ഒരു പ്ലാനുമാണ്.
ഇത് ലിവർപൂൾ കൗൺസിലിൻ്റെ അണ്ടറിലായിരുന്നു ഇനീഷ്യലായിട്ട് കൊടുത്തിരുന്നത്. പിന്നീട് ലിവർപൂൾ കൗൺസിൽ ഇത് നശിപ്പിക്കാനായിട്ട് 1969 ഇത് ചെയ്തപ്പോൾ ഒരു പ്രക്ഷോഭം ഉണ്ടായി. അതിനെ തുടർന്ന് ഇത് റൂറൽ ചോർലി കൗൺസിൽ ഏറ്റെടുക്കുകയും പിന്നീട് അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളുമെല്ലാം ഇവർ നടത്തുകയും ചെയ്തു. പിന്നീട് ഇതൊരു മേജറായിട്ടുള്ള ട്രക്കിംഗ് സ്പോട്ടും മൗണ്ടൻ ബൈക്കിങ്ങിനുള്ള ഒരു സ്പോട്ടായിട്ട് ഇത് മാറുകയാണ് ചെയ്തത്. എന്നിരുന്നാലും അങ്ങ് വരെ കയറാൻ പറ്റിയില്ല. പിന്നീട് ഒരു ദിവസം ഫ്രീ ആയിട്ടുള്ളപ്പോഴത്തേക്കും ഞങ്ങൾ ഒറ്റയ്ക്ക് പോകാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ തിരിച്ചു വന്നപ്പോഴാണ് കുറച്ച് കുതിരകൾ അവിടെ നിൽക്കുന്നത് കണ്ടത്. കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ വൈഫിന് അവിടെ നിന്ന് ഒരു ഡാൻസ് കളിക്കണമെന്നുള്ള ആഗ്രഹം. ശരി എന്നാൽ നടത്തിക്കോ എന്ന് പറഞ്ഞ് ഞാനും സമ്മതിച്ചു കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബാക്കിയുള്ള വീഡിയോകളും എല്ലാം എടുക്കുകയും ചെയ്തായിരുന്നു. തിരിച്ചുള്ള വഴിയെന്ന് പറഞ്ഞാൽ ഒരു വണ്ടിക്ക് കഷ്ടിച്ചു പോകാനുള്ള വഴിയാണ് ഉണ്ടായിരുന്നത്. സോ ഇതുപോലുള്ള പുതിയ വീഡിയോയുമായി ഇനിയും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. സീ യു വിത്ത് നെക്സ്റ്റ് വീഡിയോ. ബൈ.